നമസ്കാരം. ഈ വിദ്യയിൽ ഒരുപാട് ഡെക്കലക്കലുണ്ട്. ഇതാ അഞ്ചാമത്തെ ചുവട്, പഞ്ചചുവട്, പഞ്ചവർണ്ണ ചുവട്, ഒതുക്കിയ ചുവടെന്നൊക്കെ പറയും. ആ ചുവടിൽ ഒരു സമ്പ്രദായമുണ്ട്. അതായത് ഒരു എതിരാളി അടിച്ചാൽ ആദ്യം കയറി തള്ളുന്ന ഒരു തള്ളി എതിരാളിയെ കൈമുട്ട് വയ്ക്കുന്ന ഒരു വിദ്യ അതിനകത്തുണ്ട്. അതിൻ്റെ ഒരു പിരിവാണ് കാണിക്കുന്നത്. നമ്മൾ ഒരാളെ കരുതി കൂട്ടി കുത്തുകയാണ്, ഒരു ആയുധം എടുത്തെടുത്ത കുത്തുകയാണ്. ഇല്ല, അപ്പോഴതിൻ്റേതായ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. പെട്ടെന്നൊരു അപകടം ഉണ്ടാവുകയാണ്, ഏറ്റുമുട്ടൽ വരെയാണ്. അതായത് വിദ്യാർത്ഥികളാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഈ വിദ്യകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആരെയും അടിക്കുകയില്ല, അടിച്ചാൽ കൊള്ളയുമില്ല. ഇതതിൻ്റെ ടെക്നിക്കലാണ്. വാക്കത്തി കൊണ്ട് വെട്ടിയാൽ ഒഴിയുന്നതും അത് തന്നെ. അതായത് ഒരു വാൾ കൊണ്ട് വെട്ടിയാലും ഒഴിയാം, ഒരു കടാര എടുത്ത് കുത്തിയാലും ഒഴിയുക. പക്ഷെ അഞ്ചാമത്തെ ചുവടായ പഞ്ചചുവട്, പഞ്ചവർണ്ണ ചുവടിൽ, ആ ചുവടിൽ ഉള്ള ഒരു മുറ മാത്രമേ അതിലുള്ളൂ, ബാക്കി വിഭാഗങ്ങളൊന്നും അതിലില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇടതുവാക്കും വലതുവാക്കുമായിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ വിദ്യകളെല്ലാം ഇതിനകത്തുണ്ട്. ഇനി ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ സാധനങ്ങളാണ് ഇരിക്കുന്നത്, സാധനങ്ങൾ കയ്യിരിക്കുകയാണ്. അപ്രത്യക്ഷമായിട്ട് ഒരു അടി വരെയാണ്, നമ്മൾ വന്ന് അടിച്ചുകൂടെയാണ്, ഒരടി അടിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒതുക്കയോടിൻ്റെ രഹസ്യം. പക്ഷേ ഈ കയ്യിൽ ഒരു കുഞ്ഞാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളാണ് ഇരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ആ കുഞ്ഞിനെ തറയി വിടുക, സാധനത്തിന് തറയി വയ്ക്കുമ്പോൾ അടി കൊള്ളാതിരിക്കാൻ കരുതിയാണ് അധികം. അതാണ് ആ ഒതുക്കയോടിലുള്ള സംഗതി ഇത്രയേ ഉള്ളൂ. ഈ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒതുക്ക് ചുവടിൽ ഉള്ള നേരത്തെ കാണിച്ചതിൻ്റെ വശമാണ്. ഒരു കണ്ടകോടാലി തന്നെ കൊണ്ടുവെട്ടി, ഇത് പരശുരാമൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്ന കണ്ടകോടാലി എന്നാണ് പറയുന്നത്, അതിന് മഴുവ് എന്നാണ് അതിൻ്റെ പറയുക. അപ്പോൾ ഇത് ഒരു മഴുവെടുത്താണ് ഒരുത്തൻ വെട്ടിയത്. ആ വേല കൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്താലും ചെയ്യാം. ഇതിനൊന്നും വേറെ വിദ്യയൊന്നുമില്ല. എല്ലാത്തിനും മാതൃകയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളുള്ളൂ. ഇത് ഗുരുമുഖത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ കാര്യമുള്ളൂ. ഇത് അഞ്ചാമത്തെ ചുവട്, പഞ്ചചുവട്, പഞ്ചവർണ്ണ ചുവടെന്ന് പറയുന്ന ചുവടിൻ്റെ ആദ്യം കയറി എതിരാളിയെ തള്ളി കൈവിട്ട് വയ്ക്കുന്ന വർമ്മം കൊണ്ട് വർമ്മത്തിൽ മുട്ടുവെച്ച് ഏൽപ്പിക്കുന്ന മുറയിൽ ഉള്ളതാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലുണ്ട്. പക്ഷേ ഇത് ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. എൻ്റെ 30 വയസ്സിന് മുമ്പോട്ടൊക്കെ ആണെങ്കിൽ, 20 മുതൽ 30 വയസ്സിനകത്തൊക്കെ ആണെങ്കിൽ ഈ പ്രോഗ്രാം അന്ന് ഇതൊന്നുമില്ല. ഒരു 2 മണിക്കൂർ നേരം കളിക്കുന്നത് കണ്ടാൽ, ആശാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടാൽ വീട്ടിൽ വന്ന് കണ്ണടച്ചുകൊണ്ട് കിടക്കും. കണ്ണടച്ച് ഞാൻ കണ്ണ് തുറക്കില്ല. കണ്ണ് തുറന്ന് തീരും മുമ്പേ തന്നെ
എല്ലാം ഞാൻ പഠിച്ചു കഴിയും. അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനമായ ഈശ്വരൻ്റെ കുടുംബ പാരമ്പര്യം അനുസരിച്ചുള്ള ഒരു വരദാനം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാനിത് പഠിച്ചത്. ഒരു 10-20 പിള്ളേർ കളിപ്പിച്ചാൽ ഒരു ദിവസം ഏതാണ്ട് ഒരു 8-10 മണിക്കൂറുകളും കളിപ്പിച്ചാൽ പോലും തീരാത്ത ഇനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ജോഡിയായിട്ട് കളിപ്പിച്ചാൽ. ഇനി ഒന്നുമില്ല. ഇതാ 5-10-1940 ജനിച്ചതാണ് നമ്മൾ. ഈശ്വരൻ ഇത്രയും തന്നിരിക്കുന്നത്. ഈ ഇടയ്ക്ക് പൊപ്പയ്യതാണ്, പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇനി നമ്മൾ തുടർന്ന് കാണിക്കും. ഇനി ഞങ്ങൾ കാണിക്കുമ്പോൾ ഈ മിക്കവാറും ശരീരസുഖം തന്നാൽ ഓണത്തിന് നമ്മൾ കാണിക്കും. അതായത് ഒരു വടിവ് കാണിക്കും. ആസന വടിവെന്ന് പറഞ്ഞൊരു വിദ്യയുണ്ട്. ആസന വടിവെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വടിവ് സർവ്വ വടിവും അതിൽ തീരും. പിന്നെ ഈ ബുക്കുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണെങ്കിൽ ഗജവടിവ്, സിംഹവടിവ്, അശ്വവടിവ്, ഗരുഡവടിവ്, നാഗവടിവ്, മാർജാര വടിവ്, കുക്കുടവടിവ്, മൂഷിയ, അങ്ങനെ 8 വടിവാണ് അത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ വടിവ് 8 അതിൽ ഒന്നാമത്തെ വടിവാണ് ആസന വടിവ്. ആസന വടിവെന്ന് പറയുമ്പോൾ അത് ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇന്നേ വരെ ഇന്ത്യ രാജ്യത്ത് ഒരുവൻ പോലും കാണിച്ചിട്ടില്ല. നമ്മുടെ നാടതീങ്ങി പയ്യ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ഈ ആസന വടിവും നിദ്ര വടിവും ഈ 2 വടിവുകളും അങ്ങേരെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിദ്ര വടിവൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ വടിവ് വേറെയും ഉണ്ട്. ഈ ആസന വടിവ് അറിയാം. അങ്ങനെ രാജകുടുംബത്തിലുള്ള വിദ്യയാണ് ഇത്. രാജാക്കന്മാരെ പഠിപ്പിക്കുന്നവർ കൊട്ടാരത്തിലുള്ള സേനാധിപന്മാർ അവരെ പഠിപ്പിച്ച് വെളിയിൽ ആരെങ്കിലും പഠിപ്പിക്കുന്ന പറഞ്ഞാൽ അവനെ കൊന്നുകളയും. പിന്നെ ആരെങ്കിലും ഏഷ്യായിട്ട് മക്കളെ ഏറ്റവും പഠിപ്പിച്ച് വെച്ചിരിക്കും. അത് ഒരു 10-50 വർഷം കഴിയുമ്പോൾ ആയിരിക്കും ഇത് ആ രാജാവിൻ്റെ കാലം കഴിയുമ്പോഴാണ് വെളിയിറങ്ങുന്നത്. ഇങ്ങനെ ഒരു 100-500 വർഷം കഴിയുമ്പോൾ ഈ വിദ്യകൾ പുറത്തിറങ്ങും. അത് ഇന്ന് ആരും അറിഞ്ഞാലും പറഞ്ഞു കൊടുക്കില്ല. ഇന്ന് അറിയാവുന്നവരില്ലേ തന്നെ. ഞങ്ങൾ ഈ വടിവ് ചെയ്ത് കാണിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും.